അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം കാണാം: വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശമനം നൽകുന്നത് അവനാണ്, അല്ലാഹുവാണ്. അതുപോലെ തന്നെ രോഗബാധിതനായി കിടക്കുമ്പോൾ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വഅയ്യൂബ ഇദ നാദാ റബ്ബഹു അന്നീ മസ്സനിയ ളുർറു വഅൻത അർഹമുർ റഹീമീൻ. കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാൻ നീയാണല്ലോ എന്നാണ് അവിടെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അതെ, രോഗങ്ങൾ പരീക്ഷണങ്ങളാണ്. പ്രവാചകന്മാർക്ക് പോലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ് മുസ്ലിങ്ങളുടെ ബാധ്യത. നമ്മളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അഥവാ, അല്ലാഹുവേ, നീ എന്റെ ശരീരത്തിന് സൗഖ്യം നൽകണമേ, നീ എന്റെ സമയിന് അഥവാ കേൾവിക്ക് നീ സൗഖ്യം നൽകണമേ, അതുപോലെ തന്നെ ബസർ അഥവാ കാഴ്ചയ്ക്ക് നീ സൗഖ്യം നൽകണം. ചില ആളുകൾ തവക്കുൽ എന്ന് പറഞ്ഞ് രോഗം വരുമ്പോൾ ചികിത്സിക്കാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ശരിക്കും ഇസ്ലാമികമായി തെറ്റാണ്. തവക്കുലിനെ കുറിച്ച് തന്നെ നമുക്ക് പലപ്പോഴും തെറ്റായ ധാരണയാണ്. ഒരിക്കൽ ഒരാൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: ഞാൻ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടാണോ തവക്കൽ ചെയ്യേണ്ടത്, കെട്ടിയിടാതെയാണോ തവക്കൽ ചെയ്യേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഖ്ൽഹ വതവക്കൽ, നീ അതിനെ കെട്ടിയിടുക, എന്നിട്ട് തവക്കലാക്കുക, അഥവാ ഭരമേൽക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മരുന്നും അല്ലെങ്കിൽ വിദഗ്ധരായ ഡോക്ടറുടെ സഹായവും തേടിക്കൊണ്ടാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെ നോക്കൂ. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്: ഫമനിൽ തുറ ഫീ മഹ്മസത്തിൻ ഗൈറ മുതജാനിഫിൻ ലിഇസ്മിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അഥവാ, ഒരാൾ അതിയായ പട്ടിണി നിമിത്തം, വിശപ്പ് നിമിത്തം ഹറാമായ നിഷിദ്ധമായ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവന് തിന്മയിലേക്ക് ചായ്വില്ലെങ്കിൽ അള്ളാഹു തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണാവാരുതിയുമാണ്. അതായത്, മരണമല്ല അള്ളാഹു കൂടുതൽ നമ്മളോട് വരിക്കാൻ പറയും. പട്ടിണിയാണെങ്കിൽ, നിഷിദ്ധമായി തിന്നാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൻ ഒരു വെറുപ്പുള്ളിൽ വെച്ചുകൊണ്ട് അത് കഴിക്കാൻ അതുപോലും അനുവദനീയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമുക്ക് എന്ത് ന്യായമുണ്ട് ചികിത്സിക്കാതെ സ്വയം മരണം കൈവരിക്കുന്നതിന്? വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.